മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി പറയണമെന്ന് തോന്നിയ അത്രയും അധികം ആകർഷകമായൊരു കാര്യമായിരുന്നു അത്. കോട്ടയത്തിനടുത്ത് നാട്ടകം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഹിന്ദു മത സമ്മേളനം. 3 ദിവസമായിരുന്നു സമ്മേളനം നടന്നത്. അതിനുവേണ്ടി സംഘാടകർ പ്രവർത്തിച്ചത് കറക്റ്റ് 10 ദിവസമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിവരിച്ചു. അതിഗംഭീരായിരുന്നു. എത്ര പേരാണെന്നറിയാമോ കോൺട്രിബ്യൂഷൻ കൊടുത്തേ? അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. അമ്മമാര് വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ കറി ഉണ്ടാക്കി, ചില ദിവസം അവിടെ കഞ്ഞി ഉണ്ടാക്കി. അത് ഞാൻ പറഞ്ഞു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷത്തിൽ 2 ദിവസം ഹിന്ദുമത സമ്മേളനം നടത്തണം. 52 ശനി 52 ഞായർ ഉള്ളതിൽ ഒരു സെറ്റ് ശനി ഞായർ അതിനുവേണ്ടി മാറ്റിവെക്കണം. ശനി ഞായർ തന്നെയാണ് നല്ലത്. 10 ദിവസത്തെ വർക്കേ പാടുള്ളൂ നാട്ടകം ഹിന്ദുമത സമ്മേളനം നടത്തിയമായി. ആ 10 ദിവസം കൊണ്ട് റോഡ് സൈഡിലുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ, വളരെ ഉള്ളിലേക്ക് പോകുന്ന ക്ഷേത്രത്തിലാവരുത്, വലിയ രീതിയിൽ റോഡ് സൈഡിൽ, മറിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദുമത സമ്മേളനം നടത്തണം. എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദുമത സമ്മേളനം നടത്തണം. 10 ദിവസം, 365 ദിവസത്തിൽ 355 ദിവസവും നിങ്ങളുടെ ഇഷ്ടം മാതിരി ഉപയോഗിക്കാം. 10 ദിവസം ഒരുമിച്ച് ചേരുന്നു, കുറേ പേരെ ബന്ധപ്പെടുന്നു, അതിനാവശ്യമായിട്ടുള്ളത് വെക്കുന്നു. 1/3 കലാപരമായ കാര്യങ്ങൾ, പൈതൃക കലകൾ, 1/3 ജീവിതത്തെക്കുറിച്ച് ഭൗതികമായ കാര്യങ്ങൾ, 1/3 ആത്മീയമായ കാര്യങ്ങൾ, 1/3 കലാപരമായിട്ടുള്ളത്, ഹിന്ദു ധർമ്മത്തിന്റെ കലാപരമായിട്ടുള്ളത്, 1/3 ജീവിത, കുടുംബ ബന്ധം, സമൂഹ ബന്ധം, സോഷ്യൽ സർവീസ് തുടങ്ങിയ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, 1/3 ആത്മീയത, നമ്മുടെ ഭഗവത്ഗീത, ഉപനിഷത്തുക്കൾ, നാരായണീയം തുടങ്ങിയ കാര്യങ്ങൾ. ഇത് ഫുള്ളായിട്ടുണ്ടാവണം. അതിൽ പ്രഭാഷണം ആൾക്കാരെ വിളിച്ചു വരുത്തി നടത്താൻ സാധിക്കുന്നവരെ നടത്താം. അത് പറ്റിയില്ലെങ്കിൽ കാസറ്റുകൾ ഇടുക, CD-കൾ ഇടുക, നല്ല CD പ്രഭാഷണം, ഗ്യാപ്പുകൾ മുഴുവൻ CD പ്രഭാഷണം. സ്വതന്ത്രമായിട്ട് കലാസമർപ്പണത്തിനുള്ള അവസരം കൊടുക്കണം. ആർക്ക് വേണമെങ്കിലും രാവിലെ 9 തൊട്ട് 12 മണി വരെ 11 മണി വരെ കലാസമർപ്പണം നടത്താം, കലകൾ അവതരിപ്പിക്കാം. അപ്പം 2 ദിവസമേ പാടുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി 7 മണിക്ക് 8 മണിക്ക് തീരണം. ചെറിയ രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാവണം. അത് 2 ഹോളിഡേ ഒരുമിച്ച് വരുന്ന ദിവസം, പരീക്ഷണാർത്ഥം വേണമെങ്കിൽ 2 എന്നുള്ളത് 1 ആക്കാം. അതിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുക, അതിലെ പ്രഭാഷണങ്ങൾ CD ആയിട്ട് കൺവെർട്ട് ചെയ്യുക, വീഡിയോ എടുക്കുക, അത് അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അവിടെ വരുന്നവരുടെ മൊബൈൽ നമ്പറും ഇമെയിലും മേടിക്കുക. സ്ഥിരമായിട്ട് ബന്ധം വെച്ച് പുലർത്തുക. സംഭാവന തരുന്നവർക്ക് ഒരു CD-യോ പുസ്തകമോ ഫ്രീ ആയിട്ട് കൊടുക്കാം, താല്പര്യം ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ ഹിന്ദു ധർമ്മം സകല അമ്പലങ്ങളിലും ആ അമ്പലത്തിലെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. വലിയ പന്തലും ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, ബുദ്ധിമുട്ടാണെങ്കിൽ വലിയ അമ്പലം ആനക്കുട്ടിയിലൊക്കെ ഉണ്ട്. അവിടെ നിലത്തെ പായ വിരിച്ച് ഒരു മൈക്ക് സെറ്റ്, ആ മൈക്ക് സെറ്റ് മറ്റും സാധിക്കുമെങ്കിൽ സ്പോൺസർഷിപ്പ്, ഭക്ഷണ സ്പോൺസർഷിപ്പ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുക. നല്ല രസമായിരിക്കും. എത്ര വിജയിച്ചോ അത്രയും വിജയിച്ചാൽ മതി. നല്ല രീതിയിൽ ഇങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിക്കുകയാണെങ്കിൽ പഠിക്കാനുള്ള പ്രിന്റഡ് നോട്ടുകൾ അയച്ചു തരികയും ചെയ്യാം. വിഷയം മാത്രം പറഞ്ഞാൽ മതി, അയച്ചു തരാം. ഒരു 5 പേരുള്ള ഒരു ഗ്രൂപ്പ് വിചാരിച്ചാൽ മതി ഇത് നടത്താൻ. ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യട്ടെ. സത്യം, ധർമ്മം, നീതി, ന്യായമുള്ള 5 പേര്. ആര് വേണമെങ്കിലും കോൺട്രിബ്യൂഷൻ തരാൻ ഇപ്പോൾ കാലത്ത് തയ്യാറാണ്. ഒരു വ്യക്തിയോ 5 വ്യക്തികളോ അവരുടെ പോക്കറ്റിൽ നിന്ന് പരിധിക്കപ്പുറം പൈസ എടുക്കരുത്. മൈക്ക് സെറ്റ് വളരെ നീട്ടി വെക്കണം. ബാക്കി ആഡംബരങ്ങൾ വേണമെങ്കിൽ കുറയ്ക്കാം. നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് സപ്പോർട്ട് മേടിച്ചിട്ട് അത് ചെയ്യണം. നാട്ടകം ഹിന്ദുമത സമ്മേളനം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഓർമ്മ വരുന്നത്, അവരെടുത്തെടുത്ത് പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 19 ദിവസം കിട്ടി 1ാമത്തെ സമ്മേളനം. 2ാമത്തെ സമ്മേളനത്തിന് 10 ദിവസമേ കിട്ടിയുള്ളൂ. എനിക്ക് അതിൽ പങ്കെടുത്തപ്പോൾ തോന്നിയ ആ സന്തോഷം വിവരണാതീതമാണ്.
അവർ ഓരോ പ്രോഗ്രാമും ചെറിയ ചെറിയ സ്പോൺസർഷിപ്പ് മേടിച്ചിരുന്നു. ഒരു പൈസയും നഷ്ടമില്ല, നന്നായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അമ്പലത്തിൽ നിന്ന് എല്ലാ സപ്പോർട്ടും കൊടുത്തു. ഞാൻ എല്ലാ ഹിന്ദു യുവാക്കളോടും പറയുന്നു, നിങ്ങളുടെ അമ്പലങ്ങളിൽ ചെറുതാവട്ടെ വലുതാവട്ടെ ലഭ്യമായ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് 1/3 കലാപരം, 1/3 ഭൗതികം, 1/3 ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാനും പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ട് ശ്രമിക്കാം. പക്ഷെ അതിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാവും. അതിന് ടോക്കൺ സിസ്റ്റം വെക്കണം. പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്നവരല്ല, രാവിലത്തെ സെഷനിൽ പങ്കെടുക്കുന്നവർ ഇത്ര സമയത്തിനുള്ളിൽ വരികയാണെങ്കിൽ ടോക്കൺ കൊടുക്കാം. വൈകുന്നേരത്തെ സെഷനിൽ ഇത്ര സമയത്തിനുള്ളിൽ വരികയാണെങ്കിൽ വൈകുന്നേരത്തെ ചായ ടോക്കൺ കൊടുക്കണം. അത് ഒരിക്കലും ചെയ്തു കഴിഞ്ഞാൽ ആരും പിന്നെ എതിർക്കില്ല. അങ്ങനെ ഹൈന്ദവ ജനതയുടെ നവോത്ഥാനം നടക്കട്ടെ. എല്ലാവർക്കും വേദത്തിന്റെ CD കൊടുക്കണം. CD വേണമെങ്കിൽ ഇവിടുന്ന് അയച്ചു തരാം. നിങ്ങൾ കോപ്പി എടുത്ത് അയച്ചു കൊടുക്കാം. ഇവിടുന്ന് CD വേണമെങ്കിൽ ഫ്രീ ആയിട്ട് അയച്ചു തരാം. അമ്പലക്കാർക്ക് കോപ്പി എടുത്ത് കൊടുക്കാം. വലിയ ആഗ്രഹം തോന്നിയതാ. നാട്ടകം ഹിന്ദുമത സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ തോന്നിയതാ. നിങ്ങളിത് ജീവിതത്തിൽ പകർത്തുമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ അവരുടെ അമ്പലങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കാൻ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ കുന്നംകുളത്തെ ഒരു അമ്പലം ഉണ്ടെന്ന് വിചാരിക്കാം. അമ്പലത്തിന് ചുറ്റുമുള്ള 4-5 പേര് ദുബായിലുണ്ടെങ്കിൽ അവരവിടുന്ന് സപ്പോർട്ട് ചെയ്യുക, ഇവിടുന്ന് സ്ക്രൂ ചെയ്യുക. RSSകാരും ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരും തീർച്ചയായിട്ടും ചെയ്യും. ഒരു സപ്പോർട്ട് കിട്ടിയാൽ മതി. RSSകാർ അസാധാരണമാം വിധത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വളരെ അടുക്കും ചിട്ടയോടുകൂടിയാണ്. എത്രത്തോളം ഇപ്പോഴത്തെ ഗവൺമെന്റ് അവരെ എതിർക്കുന്നോ അത്രത്തോളം അവർ വളരുന്നുണ്ട്. പണ്ട് CITU ആയിരുന്നവരൊക്കെ ഇപ്പോൾ RSSകാരായിട്ടുണ്ട്. അവരുടെ ആവേശകരമായിട്ടുള്ള സഹകരണം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാകണം. എങ്ങനെയാണോ ക്രിസ്ത്യാനികൾ സുവിശേഷ പ്രസംഗം പള്ളികളിൽ നടത്തുന്നത്, എങ്ങനെയാണോ മുസ്ലിങ്ങൾ ഖുർആനെ കുറിച്ചുള്ള പ്രഭാഷണം റോഡ് സൈഡിൽ തന്നെ നടത്തുന്നത്, നമ്മുടെ അമ്പലങ്ങളിലെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള ആയിരക്കണക്കിന് അമ്പലങ്ങളിലാണ്. അതിൽ മുൻകൈ എടുക്കുന്നവർ ആരൊക്കെയാണ് നിങ്ങളുടെ അയച്ചു തരികയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അയച്ചു തരാം. അതുകൊണ്ട് ജോലിയൊന്നും കിട്ടില്ല, പക്ഷേ ആ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് അയച്ചു തരാൻ സന്തോഷമേ ഉള്ളൂ. നമ്മുടെ ധർമ്മത്തിനും പൈതൃകത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം എന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.